3 മാസമായി ഒരു CCTV വർക്ക് ചെയ്യുന്നില്ല ആ ബിൽഡിങ്ങിൽ. അപ്പോൾ എന്തൊക്കെയോ അവിടെ ഒളിക്കാനുണ്ട്. അവിടെ വരുന്ന ആൾക്കാർ, അവിടെ വരുന്ന സാമ്പത്തികത്തിൻ്റെ സ്രോതസ്സ്, അവിടെ വരുന്ന വലിയ വലിയ VIP ഇവരാരും ഈ CCTVകളിൽ പതിയരുത്. അതുകൊണ്ട് CCTV 3 മാസമായിട്ട് ഓഫാണ്. അപ്പോൾ ഈ ED അവിടെ കയറി എന്ന് പറയുന്ന അന്ന് വെടിവെച്ചു എന്ന് പറയുന്ന ദിവസം അന്ന് അവിടെ റെയ്ഡിങ്ങും കാര്യങ്ങളും ഒന്നും നടന്നിട്ടില്ല. ഈ ആൾക്കാർ പറയുന്ന പോലെ അന്ന് അവിടെ നടന്നത്, ഇതിനു മുമ്പ് ED അവിടെ ചെന്നപ്പോൾ റോയി അവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പിടിച്ചെടുത്ത രേഖകൾ റോയി ഇല്ലാണ്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ സേഫിൽ സീൽ ചെയ്ത് വെച്ചു. ആ സീൽ ചെയ്ത് വെച്ച സാധനം എടുക്കാനാണ് ഈ കൊച്ചിയിൽ നിന്ന് ഈ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയത്. അവിടെ അല്ലെങ്കിൽ ഇവിടെ റെയ്ഡിങ്ങിനെ ചെല്ലുന്ന വെച്ചാൽ പോലീസുകാരുണ്ടാവും, മറ്റുള്ള ഉദ്യോഗസ്ഥരുണ്ടാവും, വലിയൊരു സന്നാഹമായിട്ടേ ചെല്ലുക. അപ്പം ചെന്ന വഴിക്ക് തന്നെ പിന്നെ ഈ ആൾക്ക് എങ്ങോട്ടും തിരിയാൻ പറ്റില്ല. മൊബൈൽ ഫോൺ മേടിക്കും, ശരീരം ചെക്ക് ചെയ്യും. അവരൊക്കെ എപ്പോഴും 2 ആൾ അവരെ പിന്നാലെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്നും നടക്കില്ല. ഇതൊക്കെ റെയ്ഡിങ്ങൊക്കെ മുമ്പ് കഴിഞ്ഞു. ഈ രഹസ്യങ്ങളെല്ലാം ഉള്ള ഫയലുകളും ഡയറികളും എല്ലാം അവർ അന്ന് ED സേഫിൽ വെച്ച് പൂട്ടി സീൽ വെച്ചു. ആ സീല് തുറന്ന് എടുത്തു കൊണ്ടുവരാനാണ് ഗൾഫിൽ നിന്ന് ഇദ്ദേഹത്തിനോട് വരാൻ പറഞ്ഞത്. ഇദ്ദേഹം വന്നു. ഇദ്ദേഹത്തിന് 1 മണിക്കൂർ ചോദ്യം ചെയ്തു. പല രഹസ്യങ്ങൾ ആ ചോദ്യം ചെയ്യലിൽ ഇദ്ദേഹം പറയുകയും ചെയ്തു. ഇദ്ദേഹം ആ സീല് വെച്ച സാധനങ്ങൾ, ഫയലുകളും അതുപോലെ തന്നെ IT കുറേ രേഖകളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ റോയി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോയിയുടെ സകല സ്വത്തുക്കളും വേണമെങ്കിൽ ഇടിക്ക് മരവിപ്പിക്കാം. അതുപോലെ തന്നെ സകല ബാങ്ക് അക്കൗണ്ടും മരവിപ്പിക്കാം, അറസ്റ്റ് ചെയ്യാം. അങ്ങനെ അറസ്റ്റും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ വിശ്വസിച്ച് ഏൽപ്പിച്ച സമ്പന്നന്മാരുടെ പൈസ ആരുടെയാണ്, എന്താണ്, എല്ലാ ആൾക്കാരും പൈസ തിരിച്ചു ചോദിക്കും. ഈ പൈസ തന്നവർക്കെല്ലാവർക്കും, സമ്പന്നന്മാർക്കെല്ലാം പൈസ തിരിച്ചു കൊടുത്താൽ പിന്നെ ഈ മനുഷ്യൻ്റെ കയ്യിൽ ചുക്ക് കാപ്പി കുടിക്കാൻ പൈസ ഉണ്ടാവില്ല. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് വരും എന്ന് മനസ്സിലായത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ആത്മഹത്യ എന്ന് പറഞ്ഞൊരു വഴി തിരഞ്ഞെടുത്തത്. ഗത്യന്തരമില്ലാണ്ടാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കെട്ടിപ്പൊക്കിയത് മുഴുവൻ കർണാടകയിലും ഇന്ത്യയിലും കേരളത്തിലും സമ്പന്നന്മാരുടെ പൈസയാണ്, കണക്കിൽപ്പെടാത്ത കാശാണ്. ഈ കാശെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട വന്നാൽ ഇദ്ദേഹം അറസ്റ്റിലായി ജയിലായി എന്ന് പറഞ്ഞാൽ ഈ കാശെല്ലാവർക്കും തിരിച്ചു കൊടുക്കണം. സകല പണികളും ബ്ലോക്കാവും, സകല സൈറ്റിലും ഈ ജാമാവും, സകല എല്ലാ വർക്കുകളും നിർത്തി വയ്ക്കാൻ പറയും. ഇയാളുടെ സ്വത്തൊക്കെ കണ്ടുകെട്ടും. പിന്നെ എവിടെ നിന്ന് കളിക്കും? ഈ ഒരൊറ്റ പ്രശ്നത്തിൻ്റെ മുകളിലാണ് ആ CCTV കട്ട് ചെയ്തതും അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ. അല്ലാണ്ട് ഈ